നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഈ നിമിഷം മുതൽ ഈ ആശുപത്രി കേരള തനിമ എന്ന സങ്കല്പം പൂവണിയാണ്. നിങ്ങൾ എല്ലാവരുടെയും അനുഗ്രഹത്തോടുകൂടി ഞാനിതിന് ഭദ്രദീപം കൊളുത്തുകയാണ്. തിരിഞ്ഞു നോക്കി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതിവിടെ ഒറ്റ ഇംഗ്ലീഷ് സംസാരിച്ച് പോകരുത്. കേരള തനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും കേരള ടച്ച് വേണം. അപ്പോ ഈ ടച്ച് എന്ന വാക്ക് ഇംഗ്ലീഷ് തന്നെയാണ്, പക്ഷേ ഇതുപോലെയുള്ള കഴുതകളുടെ മുന്നിൽ അത് മലയാളമായിട്ട് ഉപയോഗിക്കാം. അടുത്തതായി കേരള തനിമ നിലനിർത്താനുള്ള പ്രതിജ്ഞയാണ്. എല്ലാവരും കൈനീട്ടി പിടിക്കൂ. നമുക്ക് പ്രതിജ്ഞ ചൊല്ലാം. ഇന്ത്യ എന്റെ രാജ്യമാണ്. എല്ലാ ഇന്ത്യക്കാരും എന്റെ അളിയന്മാരാണ്. നിർത്തണോ? കേരള തനിമയുടെ പ്രതിജ്ഞയാണ് ചൊല്ലേണ്ടത്. എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരെന്നല്ലേ, പിന്നെ അളിയന്മാരെന്ന് എന്തിനാ പറഞ്ഞേ? എനിക്ക് ആകെ ഒരു സഹോദരി ഉള്ളൂ. ആ സഹോദരി കെട്ടിയാണ് ഒരാളീനാണ്. എല്ലാവരോടും ശ്രദ്ധിക്കൂ. കേരള തനിമയുടേതായ ചില മാറ്റങ്ങൾ നിങ്ങളുടെ എല്ലാ പ്രവൃത്തിയിലും വേണം. രോഗികളെ കാണുമ്പോൾ എല്ലാവരും നമസ്തേ എന്ന് പറഞ്ഞ് വണങ്ങി അവരെ അഭിസംബോധന ചെയ്യണം. ആരെ കണ്ടാലും നമസ്തേ സഹോദര, സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കണം. പറയൂ. കൊള്ളാം. ഇതുപോലെ തന്നെ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോകുമ്പോൾ വാതില് മുട്ടി മേ കമിൻ സാർ എന്ന് ചോദിക്കുന്നതിന് പകരം ചെരവിട്ടാണ്. ഇതാണോ കൊരവ? ഞാൻ കരുതി ഡോക്ടർ എച്ചാനെ ആക്കിയതായിരിക്കും. അടുത്തതായി, രോഗികളെ കുത്തിവെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഞ്ഞുകൊണ്ട് ആ ഭാഗം തിരുമ്മിക്കൊടുക്കരുത്. പകരം ആ ഭാഗത്തൊരു സ്നേഹ ചുംബനം, ഒരു മുത്തം. അതായത് ഇങ്ങനെ. ഓ, എനിക്ക് മനസ്സിലായി. എൻ്റെ അടുത്ത് നിൽക്കുന്ന ഈ സാറിൻ്റെ കയ്യിൽ ആരെങ്കിലും ഒന്ന് കുത്തി വെച്ചെന്നിരിക്കട്ടെ, അപ്പം നമ്മളിങ്ങനെ ഒരു മുത്തം കൊടുക്കണം അല്ലേ? എന്താ, എന്ത് പറ്റി? ഇഞ്ചക്ഷൻ കൊടുക്കണ ഭാഗത്ത് മുത്തം കൊടുക്കണമെങ്കിലേ ചന്ദ്രയുടെ ഭാഗത്ത് ഇഞ്ചക്ഷൻ ഒഴിവാക്കണം. ഒരു മനോരോഗ വിദഗ്ധനായ ഞാൻ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കേരളക്കരയുടെ അന്തർധാരയിൽ സ്ഫുടനം ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്രത്യക്ഷമാകുന്ന ഭ്രമണബദ്ധത്തിൽ നിന്നും ഭ്രൂണനം ചെയ്യുന്ന ക്ഷിപ്രസ്ഥൂലങ്ങളാണ് ഗർഭസ്ഥയ. കുറച്ച് വെള്ളം കിട്ടുമോ? ഒരു ശ്വാസം മുട്ടൽ പോലെ. ആവശ്യമില്ലാത്ത പദങ്ങൾ ഉപയോഗിച്ച് നെഞ്ചുളുക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ ഡോക്ടർ? നമുക്ക് കേരള തനിമയിലേക്ക് തിരിച്ചു വരാം. രോഗികൾക്ക് നമ്മൾ മരുന്ന് കൊടുക്കുന്നത് ഇതുപോലെ വാഴയിലായിരിക്കും. ഈശ്വരാ, പപ്പടം പഴം പായസം കൂട്ടി ഓണസദ്യ വിളമ്പിയതുപോലെ ഉണ്ട്. അതെ, 1 വീതം 3 നേരം വിഭവസമൃദ്ധമായ മരുന്ന് കൊടുക്കൽ. ഈ ഇല സൂക്ഷിച്ചു വെച്ചാ ആ രോഗിയുടെ അടിയന്തരത്തിന് ചോറുകളും. കേരള തനിമയിൽ വിറ്റോടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഞാൻ പറഞ്ഞു തരാം. ഇതാണ് കേരള തനിമയുടെ ചൂല്. ഈ ചൂല് ഉപയോഗിച്ച് ഇങ്ങനെ താളാത്മകമായി മുറ്റടിക്കാം. ഉദാഹരണത്തിന് വഞ്ചിപ്പാട്ട് പാടുന്ന പോലെ കൊച്ചാനാടൻ പൂഞ്ചയിലെ കൊച്ചു വെല്ലെ കുയിലാലെ കൊച്ചു വേണം കുടവേനം കുടവേനം അമ്മണി കിട്ടിയത് കാണിക്കും. കുച്ചാനാടൻ പൂഞ്ചയിലെ കൊച്ചു വെല്ലെ കുയിലാലെ കൊച്ചു വേണം കുടവേനം കുടവേനം. വളരെ മനോഹരമായിരിക്കുന്നു. അടുത്തതായി ഞാനിവിടുത്തെ അമ്മത്തൊട്ടിൽ പരിചയപ്പെടുത്താം. അമ്മത്തൊട്ടിലോ? അതെ, മാതൃഹൃദയത്തിന്റെ പ്രതീകമാണ് അമ്മത്തൊട്ടിൽ. പിഞ്ചു കുഞ്ഞുങ്ങൾ അമ്മയുടെ സ്നേഹവും വാത്സല്യവും തിരിച്ചറിയുന്നത് ഈ തൊട്ടിലൂടെയാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ അമ്മത്തൊട്ടിന്റെ ഉദ്ഘാടനം കൂടി ഞാൻ നിർവഹിക്കുകയാണ്. ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വരും. ഞാൻ വരാം. വേണ്ട, താൻ കയറണ്ട, താൻ കയറ്റിയിരുത്തിയാ മതി. മമ്മൂട്ടി, come on. Come on, lift up. Good. Very good. ഈ തൊട്ടിലാട്ടിക്കൊണ്ട് ഞാൻ ഇതിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്.